മറയൂർ മേഖലയിൽ പരിശോധന കർശനമാക്കിയതോടെ ചന്ദന മോഷ്ടാക്കൾ ഹൈറേഞ്ചിലെ പട്ടം കോളനിയിൽ പിടിമുറുക്കുന്നു. സ്വകാര്യ ഭൂമിയിൽ നടക്കം 2 വർഷത്തിനുള്ളിൽ നഷ്ടപ്പെട്ടത് നിരവധി ചന്ദനമരങ്ങളാണ്. മുണ്ടിയരുമ വില്ലേജ് ഓഫീസ് വളപ്പിൽ നിന്നിരുന്ന ചന്ദനമരം കഴിഞ്ഞ ദിവസം മോഷ്ടാക്കൾ വെട്ടിക്കടത്തി. മറയൂരിലെ ചന്ദനക്കാടുകൾ ഒരു കാലത്ത് വനം കൊള്ളക്കാരുടെ പ്രധാന വിഹാര കേന്ദ്രമായിരുന്നു. എന്നാൽ മേഖലയിലെ ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെട്ടവരെയും ഉൾപ്പെടുത്തി വനം വകുപ്പ് നിരീക്ഷണം കർശനമാക്കിയതോടെ ചന്ദനം വെട്ടി കടത്തുന്നതിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ ഹൈറേഞ്ചിലെ പട്ടം കോളനിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ചന്ദനം മോഷ്ടിക്കപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുണ്ടിയരുമയിൽ പ്രവർത്തിക്കുന്ന പാമ്പാടുംപാറ വില്ലേജ് ഓഫീസ് വളപ്പിൽ നിന്നും മരം അപഹരിക്കപ്പെട്ടു. മെഷീൻ വാളുപയോഗിച്ച് മരം രാത്രിയിൽ മുറിച്ചു നീക്കുകയായിരുന്നു. ശിഖരങ്ങളോടുകൂടിയ മുകൾ ഭാഗം പ്രദേശത്ത് ഉപേക്ഷിച്ച് കാതലടങ്ങിയ തായ്തടി വെട്ടിക്കടത്തുകയായിരുന്നു. പട്ടം കോളനി പ്രദേശത്ത് വർഷങ്ങളായി നിരന്തരം ചന്ദനമരം മോഷണം പോവുകയാണ്. നമ്മുടെ വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസിന്റെ സ്ഥലത്ത് നിൽക്കുന്ന ചന്ദനമരം ഈ കഴിഞ്ഞ രാത്രിയിൽ സാമൂഹിക വിരുദ്ധർ മട്ടിക്കടത്തി. പോലീസുകാർ കേസെടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പത്തെ ദിവസം തന്നെ ഈ പ്രദേശത്തെ ദേവൂരി ഭാഗത്ത് ഒരു ചന്ദനമരം മോഷണം പോയി. അതിനും പോലീസ് കേസെടുക്കുന്നു എന്നുള്ളതല്ലാതെ യാതൊരു നടപടിയോ അല്ലെങ്കിൽ ഇത് തടയുന്നതിന് വേണ്ട എന്തെങ്കിലും മാർഗങ്ങളോ പോലീസിന്റെ ഭാഗത്തുനിന്ന് എക്സൈസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഏതാനും ദിവസം മുമ്പ് മുണ്ടിയരുമയിലെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്ന് ചന്ദനമരം അപഹരിക്കപ്പെട്ടിരുന്നു. പട്ടം കോളനിയിലെ വിവിധ ഭാഗങ്ങളിൽ നിരവധി ചന്ദനമരങ്ങളുണ്ട്. റവന്യൂ ഭൂമിയിൽ വളരുന്ന ചന്ദനമരങ്ങൾ ഉൾപ്പെടെയാണ് മോഷ്ടാക്കൾ രാത്രിയുടെ മറവിൽ അപഹരിക്കുന്നത്. 2 വർഷത്തിനുള്ളിൽ 100-ലധികം ചന്ദനമരങ്ങൾ വിവിധ മേഖലകളിൽ നിന്നായി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ, രാജകുമാരി.